അനുവാദം വാങ്ങി സഞ്ജു ക്യാബിനുള്ളിലേക്ക് കയറി. അവൻ പേടിയിൽ നിൽക്കുന്നു. എന്താടോ ഇരിക്ക്. അഫി ചെറുചിരിയോടെ ചെയറിലേക്ക് വിരൽ ചൂണ്ടി. വേണ്ട സാർ, എന്തിനാ വിളിച്ചേ? സെക്ഷനിൽ വർക്ക് പെൻഡിങ് ആണ്. ഹാ, അതൊക്കെ മാനേജ് ചെയ്യാം, താൻ ഇരിക്കടോ. അവൻ പരവേശത്തോടെ ഒരു ചെയറിലിരുന്നു. കം വിത്ത് മൈ ക്യാബിൻ. പെട്ടെന്ന് തന്നെ അഫി കോൾ കട്ട് ചെയ്തു. എന്താടോ, എ സിയിലും വിയർക്കുന്നുണ്ടല്ലോ. അവൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. സഞ്ജുവിൻ്റെ ഉദ്ദേശം എന്താ? പിന്നിൽ നിന്ന് തോളിൽ ഇരുകൈയും അമർത്തി മുഖം താഴ്ത്തിയാണ് ചോദിച്ചത്. അത് സാർ, എന്തുദ്ദേശം? എനിക്ക് മനസ്സിലായില്ല. ഷോ, അത് വല്ലാത്ത കഷ്ടമാണ്. നിനക്ക് മനസ്സിലാക്കി തരാൻ ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഷർട്ടിൻ്റെ സ്ലീവ് മുട്ടറ്റം വരെ ഉയർത്തി വെച്ചു. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് ഉയർത്തി. നീ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ പോയി ശല്യം ചെയ്യും. അതിന് ഞാൻ തന്നു. നീ സന്തോഷത്തോടെ വാങ്ങി. സാർ, ഞാൻ ആരെയും ഒന്നും പറഞ്ഞു തീരും മുന്നേ അവൻ തെറിച്ചു ചെന്ന് ഗ്ലാസ് വാളിൽ ഇടിച്ചു നിന്നു. നീ എന്തിനാടാ നിത്യയ്ക്ക് പിന്നാലെ നടക്കുന്നത്? ഹൗസ് ഓണറോട് നീ എന്താ പറഞ്ഞത്? എന്ത് തൊഴിലാ അവൾ ആ വീട്ടിൽ ചെയ്തത്? നീ കണ്ടോ? അവന് നേരെ അഫി പാഞ്ഞെടുത്തു. കൈ ചുരുട്ടി വയറ്റിൽ ആഞ്ഞടിച്ചതും സഞ്ജു വേദനയോടെ ഉറക്കെ കരഞ്ഞു. സാർ, എന്നൊന്നും ചെയ്യരുത്. ഞാനിനി ഒന്നിനും പോവില്ല. പോവരുത്. പോയാൽ പിന്നെ നീ ഉണ്ടാവില്ല സഞ്ജു. അവൻ്റെ തലമുടിയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. ദേ, നീ അറിഞ്ഞോ സീതാലക്ഷ്മി എൻ്റെ ഭാര്യയായ വിവരം? ന്യൂസ് കണ്ടു. ആ, അതിൻ്റെ ചുരുക്കാണ് നീ നിത്യയോട് കാട്ടിയത് അല്ലേ? താങ്ങാൻ പറ്റിയില്ല. കഷ്ടം തന്നെ. വീണ്ടും തുരുതുര അടിയും ഇടിയും. ആരവ് അകത്തേക്ക് വന്നതും പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി. അഫി, എന്താടാ? ആരവ് ഓടിച്ചെന്ന് അവനെ പിടിച്ചു മാറ്റിയതും സഞ്ജു നിലത്തേക്ക് ഊർന്നു വീണു. നിനക്ക് എന്തേലും കൊടുക്കണമെങ്കിൽ കൊടുത്തിട്ട് ഇവനെ പറഞ്ഞു വിട്ടേക്ക്. അഫി ചെയറിലേക്ക് ഇരുന്ന് നിലത്ത് കിടന്ന് പുഴുവിനെ പോലെ പിടയ്ക്കുന്നവനെ രൂക്ഷമായി നോക്കി. നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനോടൊപ്പം അവളുടെ ഇഷ്ടത്തോടെ എന്തു ആവാം. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. സീതാലക്ഷ്മി അവൾ എൻ്റെയാ. പിന്നെ നീ ഉപേക്ഷിച്ചവളെ എന്തിനാ ശല്യം ചെയ്യുന്നത്? അത് വേണ്ട. ആരവ് നിലത്ത് കിടന്നവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൻ്റെ ഷർട്ടൊക്കെ നേരെ ഇട്ട് കൊടുത്തു. നിന്നെ എനിക്ക് അടിക്കാനൊന്നും പറ്റില്ല. ഈ ഓഫീസിൽ നിത്യ ഉണ്ടായിട്ടും ഞാനൊന്നും ശ്രദ്ധിച്ചിട്ട് കൂടിയില്ല. പക്ഷേ നീയായിട്ടാ അവൾ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. സഞ്ജു വയറ്റിൽ അമർത്തി പിടിച്ച് എരിവ് വലിച്ചു. ഹോസ്പിറ്റലിൽ കാണിക്കണം, ഇല്ലേൽ കഴയ്ക്കും, അഫി കടുപ്പത്തിൽ പറഞ്ഞു. ഉടനെ ഞങ്ങളുടെ കല്യാണമുണ്ട്. താങ്ക്സ്. ആരവ് പറയുമ്പോൾ അവൻ തല താഴ്ത്തി പിടിച്ചതേയുള്ളൂ. ഏന്തി വലിഞ്ഞു നടക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു കൈതട്ട്. സഞ്ജു തിരിഞ്ഞു നോക്കി. നേരെ നാട്ടിലേക്ക് വിട്ടോ? നിന്റെ അമ്മയും പെങ്ങളും അവിടെ കാത്തിരിക്കുവല്ലേ? സാർ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഓ, നിന്റെ വയറ്റിപ്പിഴപ്പാ ഈ ജോലിയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അസുഖമൊക്കെ ഭേദമായി പതിയെ തിരികെ വന്നാൽ മതി. വരുമ്പോൾ നിന്റെ ആ ദുഷിച്ച സ്വഭാവം ഉണ്ടല്ലോ, അതും കൂടി മാറ്റിയേക്കണം. ഇല്ലേൽ പിന്നെ നാടും നാട്ടുകാരെയും കാണാൻ പറ്റിയെന്ന് വരില്ല. അഫി ദേഷ്യത്തോടെ ടേബിളിൽ ആഞ്ഞിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. സഞ്ജു പുറത്തേക്ക് പോയതും ആരവ് അഫിയെ നോക്കി ചിരിച്ചു. ചുറ്റിനും കറങ്ങി നോക്കി. ആളെവിടെ? നിത്യ കുറേ നേരം കൊണ്ട് തിരക്കുവാ. അവൻ ചെയറിലേക്ക് ചാരി കിടന്നു. ഫോണിലെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കാണുന്ന അവളുടെ മുഖം. വന്നില്ലടാ. അതെന്താ അഫി? മമ്മ സമ്മതിച്ചില്ല. എന്തേലും തന്ത്രം പ്രയോഗിച്ച് അവളെ അവിടെ നിന്ന് ചാടിക്കണം. എന്തിനാ? കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ലേ? ആരവ് ചോദിച്ചു. അഫി കള്ളച്ചിരിയോടെ എഴുന്നേറ്റു. പറ്റുന്നില്ല. അവളെപ്പോഴും എൻ്റെ കൂടെ വേണം. ഇങ്ങനെ നോക്കിയിരിക്കണം. ഈ പ്രണയവും എൻ്റെ സീതയും എന്നെ കൊല്ലാതെ കൊല്ലുക. അഫി നെഞ്ചിൽ കൈവച്ച് കണ്ണുകൾ അടച്ചു ചിരിച്ചു. അല്ല, ദിവസം ഇത്ര ആയില്ലേ? എന്തേലും ഡിങ്കോൾഫിക്കേഷൻ നടന്നോ? ഒരു രക്ഷയില്ല. പക്ഷേ എനിക്കെന്തോ അത് വേണ്ട ആരവ്. അവളിൽ ആ മോഹം തോന്നിയിട്ടേയില്ല. ഇത് കൊല്ലുന്ന പ്രണയം ആണല്ലോ അഭിമന്യു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മമ്മയുണ്ട്, അതാണ് ഒരു പേടി. വേണ്ടാത്തതെല്ലാം പറയും. US-ലെ എൻ്റെ സ്വഭാവം. അവൾക്ക് ചിലപ്പോൾ അതിഷ്ടപ്പെട്ടു എന്ന് വരില്ല. സീതാലക്ഷ്മി ഇന്ന്
അഭിമന്യുവിൻ്റെ ഭാര്യയല്ലേ, വേദനിക്കും. 2-3 പ്രാവശ്യം വിളിച്ചിട്ടും ലക്ഷ്മി കോൾ എടുത്തില്ല. എടുക്കുന്നില്ലല്ലോ ആരവേ. അവന് വെപ്രാളമേറി. നീ ഒരു വോയിസ് ഇട്ട് നോക്ക്. നിമിഷങ്ങളോളം ഫോണിൽ തന്നെ നോക്കിയിരുന്നു. അഫി, ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടരുത്. മമ്മയെക്കുറിച്ചാവും അല്ലേ? നീ പറയ്. പാവമാണ് ആ കൊച്ച്. നിന്നോട് എടുത്തടിച്ച് സംസാരിച്ചാലും മറ്റാരോടും അതങ്ങനെ സംസാരിക്കില്ല. നിന്റെ മമ്മ അതിനെ കൊല്ലാൻ പോലും മടിക്കില്ല. ആരവേ, അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ഇന്നലെ മമ്മയോട് കാര്യമായി സംസാരിച്ചതാ. മമ്മ അതിന് ഓക്കെയും പറഞ്ഞു. നീ എന്നെ അടിച്ചാലും ഞാൻ പറഞ്ഞത് ശരിയാ. നിധിയെ മമ്മയ്ക്ക് എന്തിഷ്ടാന്ന് നിനക്കറിയാം. ആ സ്ഥാനത്ത് മറ്റൊരു പെണ്ണ്, അതും വിവാഹം കഴിഞ്ഞത്. പിന്നെ ഒരു സാധു. ഇല്ലടാ, വിവാഹം കഴിഞ്ഞതൊന്നും മമ്മയ്ക്ക് അറിയില്ല. എനിക്കും ആദിക്കും ഡാഡിക്കും മാത്രമേ അറിയൂ. അവൻ ചെയറിൽ അമർന്നിരുന്നു. നിന്റെ മമ്മയുടെ സ്വപ്നങ്ങൾക്ക് മേലെയാ ലക്ഷ്മി കയറിയിരിക്കുന്നത്. ഇന്ദുജ മാഡം അടങ്ങിയിരിക്കില്ല. മരണത്തിലേക്ക് അതിനെ തള്ളിയിടല്ലേ, ശാപം കിട്ടും. ആരവ് അവൻ്റെ തോളിൽ തട്ടി പുറത്തേക്ക് ധൃതിയിൽ നടന്നു. മമ്മ അത്രയ്ക്ക് ക്രൂരത കാട്ടൂ? അവൻ്റെ നെഞ്ചിൽ ഒരു പിടപ്പുയർന്നു. എടി, ദേ ഈ വീട് മൊത്തം അടിച്ചു വാരി തുടയ്ക്കണം. സെറ്റിയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്ന് ഇന്ദുജ ആജ്ഞാപിച്ചു. ലക്ഷ്മി മോപ്പും വെള്ളവും എടുത്ത് സ്റ്റെപ്പിന് നേർക്ക് നടന്നു. ആദ്യം താഴത്തെ നില തുടക്കി, പിന്നെ മേലേക്ക് പോകാം. അവനോട് ഫോണിൽ വിളിച്ച് ശൃംഗരിക്കാൻ പറ്റില്ല. അവൾ തലകുലുക്കി. ഇന്ദുജയുടെ റൂമാണ് ആദ്യം ക്ലീൻ ചെയ്തത്. ബാക്കി എല്ലാ റൂമുകളും തുടയ്ക്കുമ്പോൾ ലക്ഷ്മി തളർന്നു കഴിഞ്ഞിരുന്നു. ഇങ്ങ് താ കുഞ്ഞെ, ഞാൻ ചെയ്യാം. മാഡം അറിയണ്ട. ഏയ് വേണ്ട ചേച്ചി, എന്നെ ഏൽപ്പിച്ച ജോലി അത് ഞാൻ തന്നെ ചെയ്യും. മോളെ, ഈ താഴത്തെ നില തുടയ്ക്കുന്നത് ഞങ്ങൾ 3 പേരുമാണ്. അത് തന്നെ ഒരു ദിവസം എടുക്കും. കുഞ്ഞൊറ്റയ്ക്ക് സാരമില്ല. വല്ലാത്ത സങ്കടം തോന്നിപ്പോയി ലക്ഷ്മിക്ക്. ഒറ്റപ്പെട്ട് പോയതുപോലെ. പുറത്ത് ഒരു കാറ് വന്നു നിന്നതും ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്ന ഇന്ദുജയുടെ കണ്ണുകൾ കുറുകി. അഭിയാണല്ലോ, എന്താ ഈ സമയത്ത്? അവൻ ഓടി ഹാളിലേക്ക് കയറി. കോട്ടൂരി സെറ്റിയിലേക്ക് ഇടുന്ന കൂട്ടത്തിൽ ചുറ്റും നോക്കി. പഴയതുപോലെയല്ല. സെറ്റിയും ടേബിളുമെല്ലാം മറ്റൊരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. എന്താ മമ്മ, ഹാളിന് ഒരു മാറ്റം? ഇന്ന് ക്ലീനിങ് ഉണ്ടായിരുന്നോ? ഹാ മോനു. ഇന്ദുജ കൈ കഴുകി അവൻ അടുത്തേക്ക് വന്നു. കൊള്ളാം, ഇനി മുതൽ ഇങ്ങനെ മതി. ഒരു ചേഞ്ച് നല്ലതാ. അവൻ ചിരിച്ചു. സെർവൻസ് 2 പേര് അവനെ തന്നെ നോക്കി നിൽപ്പുണ്ട്. സാറിന് ഫുഡ് എടുത്ത് വയ്ക്കട്ടെ? നോ. അഫി സ്റ്റെയർ കമ്പിയിൽ കൈവച്ചു. ഫുഡ് കഴിക്കാനല്ലേ മോനു നീ വന്നത്? ഇന്ദുജയിൽ സംശയം. അല്ല, എൻ്റെ ഒരു ഫയൽ 2 ദിവസം മുന്നേ ക്ലിയർ ചെയ്തു വെച്ചതാ, എടുക്കാൻ മറന്നു. അതിന് പ്യൂണിനെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നല്ലോ. നീ എന്തിനാ ഓടിപ്പിടിച്ച് വന്നത്? എൻ്റെ മമ്മ, ഫയൽ ലോക്കറിലിരിക്കുക. എൻ്റെ ഫിംഗർ പ്രിൻ്റ് വേണ്ടേ? അതിന് എന്തു ചെയ്യും? ശരിയാ. ഇന്ദുജ പുഞ്ചിരിച്ചു. അവൻ അവരുടെ കവിളിൽ പിടിച്ചു വലിച്ചു. ഉറക്കം വരുന്നുണ്ട് ഇന്ദുജ മാഡത്തിന്. പതിവ് തെറ്റിക്കണ്ട. ഞാൻ ഫയലും എടുത്ത് ഇപ്പം തന്നെ പോകും. ടൈമില്ല. അവൻ മേലേക്ക് ഓടിക്കയറി. തിരികെ വരുന്നതുവരെ ഇന്ദുജ താഴെ തന്നെ നിന്നു. ബായ് മമ്മ. അവൻ അവളെ തിരക്കിയതേയില്ല. അവർക്ക് സന്തോഷം തോന്നി. ഗസ്റ്റ് റൂമിലെ ഷെൽഫ് തുടയ്ക്കുമ്പോൾ പിന്നിൽ ഒരു മുരടനക്കം. അവൾ തിരിഞ്ഞു നോക്കി. നീ അറിഞ്ഞോ, അഭിമന്യു വന്നിരുന്നു. പക്ഷേ ഈ ഭാര്യയെ അന്വേഷിച്ചത് പോലുമില്ല. ഓഫീസിൽ നിന്നേക്കാൾ സുന്ദരികളായ പെൺപിള്ളേരെ കാണുമ്പോൾ ഈ ചൊറിയൻ പുഴുവിനെ ആരോർക്കാൻ? ഇന്ദുജ ഉറക്കെ അട്ടഹസിച്ചു. ലക്ഷ്മിയുടെ ഉള്ളം വിങ്ങി പൊട്ടിപ്പോയി. എനിക്ക് നല്ല ഉറക്കം വരുവാ. നിന്റെ ജോലി നടക്കട്ടെ. അവർ പോയതും അവിടെ കിടന്ന സ്റ്റൂളിൽ തളർച്ചയോടെ ഇരുന്നു. ദൈവമേ, ജോലിക്ക് പോകാൻ പറ്റില്ല. ശമ്പളം കിട്ടാതെ എന്തു ചെയ്യും? സിദ്ധൂട്ടൻ്റെ കാര്യം സാറെന്താ എന്നെ ചോദിക്കാഞ്ഞേ? മറന്നതാണോ? അതോ തിരക്കായതുകൊണ്ട്? എന്നാലും സങ്കടവും കരച്ചിലും ഒരുപോലെ വന്നു. ഈ അമ്മയുടെ മോനല്ലേ? ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. രാവണൻ ദേഷ്യത്തോടെ പിറുപിറുത്തു. ജോലിയിലേക്ക് കടന്നു. അഫി കാറ് വീടിൻ്റെ മതിൽക്കെട്ടിനോട് ചേർത്ത് ഒതുക്കി. കുറച്ചു നേരം അതിൽ തന്നെ ഇരുന്നു. ലക്ഷ്മി റൂമിലില്ല. പിന്നെ എവിടെ പോയി? ഇനി കിച്ചണിൽ. 1/2 മണിക്കൂറിന് ശേഷം കാറിൽ നിന്ന് ഇറങ്ങി.
സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. ഇങ്ങനെ നടന്നു വരുന്ന പതിവ് അവനില്ല. സെക്യൂരിറ്റി കണ്ണും മിഴിച്ച് അവനെ നോക്കി. ഗേറ്റ് അടച്ചേക്ക്, പതിയെ പറഞ്ഞു. ഹാളിലേക്ക് ശബ്ദമുണ്ടാക്കാതെ കയറി. ഇന്ദുജിയുടെ റൂം അടഞ്ഞു കിടക്കുന്നു. മമ്മ കിടന്നിട്ടുണ്ട്. ഇനി ഇപ്പോഴൊന്നും ഉണരില്ല. പതിവില്ലാതെ കിച്ചൺ ഡോറിൽ ചാരി നിൽക്കുന്ന ആളിനെ കണ്ട് സെർവൻസ് 4 പേരും കയ്യിലിരുന്ന പ്ലേറ്റുമായി എഴുന്നേറ്റു. നിങ്ങൾ ഫുഡ് കഴിക്കുമായിരുന്നോ? സോറി. അവൻ അകത്തേക്ക് കയറി വന്നു. തുറന്നു കിടക്കുന്ന പിൻവശത്തെ വാതിൽ ഭാഗത്ത് നിന്നു പുറത്തേക്ക് എത്തി വലിഞ്ഞു നോക്കി. അവിടെയൊന്നും അവളെ കണ്ടില്ല. ലക്ഷ്മി എവിടെ? അത് സാറേ. അവർ 4 പരസ്പരം നോക്കി. ചോദിച്ചത് കേട്ടില്ലേ? അവന് ദേഷ്യം വന്നു. എന്നാലും സ്വരം താഴ്ത്തി ചോദിച്ചു. മോള് ഗസ്റ്റ് റൂമിലുണ്ട്. അവൻ സംശയത്തിൽ താടിയൊഴിഞ്ഞു. അവിടെ എന്താ? ശരി, നിങ്ങൾ ഫുഡ് കഴിച്ചോ? ആഫി പോയി. സെർവൻസ് നെഞ്ചിൽ കൈവച്ചു. ഇനി ഇതിന് എന്തൊക്കെ കാണണോ എന്തോ, ഒരാൾ പറഞ്ഞു. ഓ, എന്ത് കാണാൻ? ആ ചെക്കൻ അവൻ്റെ അമ്മയെ പോലെയാ. കണ്ണിൽ ചോരയില്ല. പതിയെ ഗസ്റ്റ് റൂമിൻ്റെ ഡോർ തുറന്നതും കണ്ണിൽ കാണുന്ന കാഴ്ച അവനിൽ ഒരു ഞെട്ടലായിരുന്നു. സ്റ്റൂളിൽ കയറി നിന്ന് ഫാനിൻ്റെ പൊടി തുടച്ച് നീക്കുന്നുണ്ട്. ഇടയ്ക്ക് തുമ്മുന്നു. സാരി തലപ്പാൽ മൂക്ക് പൊത്തിപ്പിടിച്ച് വീണ്ടും. അഫി ദേഷ്യത്തിൽ കാറ്റ് പോലെ അകത്തേക്ക് കയറി. സീത ഒരു വിളിയായിരുന്നു. നിലത്തേക്ക് ചാടി ഇറങ്ങുന്ന കൂട്ടത്തിൽ ലക്ഷ്മി ഒന്ന് മറിഞ്ഞു. അടുത്ത നിമിഷം അവളെ കയ്യിൽ വാരിയെടുത്തു. എന്താടി ഇത്? വിയർപ്പിനാൽ കുതിർന്നു പോയവളെ വേദനയോടെ നോക്കി. മുഖം വാടി തളർന്നു പോയിട്ടുണ്ട്. അഫി ചുണ്ടിൽ ചിരിയാണ്. വാ പോകാം. അയ്യോ വേണ്ട, ഇത് കഴിഞ്ഞിട്ടില്ല. അവൾ പിടപ്പോടെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവൻ പുറത്തു വരുമ്പോൾ സെർവൻസ് എല്ലാം അവിടെയുണ്ട്. മമ്മ ഉണരും മുന്നേ ക്ലീൻ ചെയ്തേക്ക്. ഞാൻ വന്നതായി പറയണ്ട. പിന്നെ ഫുഡ് റൂമിൽ എത്തിച്ചേക്കണം. നല്ല വിശപ്പ്. ആ ശരി സാർ. ലക്ഷ്മി അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കിടന്നു. സ്റ്റെപ്പുകൾ കയറുമ്പോൾ അഫി തല താഴ്ത്തി അവളെ നോക്കിയതേയില്ല. അഫി, ലക്ഷ്മി വിളിച്ചു. അവളോടുള്ള ദേഷ്യമല്ല, ആ മുഖത്തേക്ക് നോക്കാനുള്ള സങ്കടമാണ് അവനിൽ. ലക്ഷ്മി ഷർട്ടിൽ അള്ളി പിടിക്കുന്നുണ്ട്. ബെഡിലേക്ക് കിടത്തി അടുത്തായിരുന്നു. എന്തു പറ്റി രാവണ? കുറുമ്പോടെ ചോദിച്ചതും അവളിലേക്ക് അമർന്ന് കിടന്നു. സോറി. കാറ്റുപോലെ അവൻ്റെ സ്വരം. നെഞ്ചിലൊളിപ്പിച്ച സങ്കടം, വേദനയെല്ലാം അലിഞ്ഞിറങ്ങുന്നതായി അവൾക്ക് തോന്നി. അവൻ ബെഡിലേക്ക് ചരിഞ്ഞു. അവളെ ചേർത്ത് പിടിച്ചു. വിയർപ്പാണ്, ഞാൻ പോയി ഫ്രഷായിട്ട് വരാം. വേണ്ട, മമ്മ തന്ന പണിഷ്മെൻ്റ് ആവും അല്ലേ ലക്ഷ്മി? ഏയ് അല്ല, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞതാ. ആ ചേച്ചിമാർക്ക് കിച്ചണിൽ പിടിപ്പത് ജോലി ഉണ്ടായിരുന്നു. നീ ഒറ്റയ്ക്കാണോ ക്ലീൻ ചെയ്തത്? അതിന് മറുപടിയൊന്നുമില്ല. അഫിയുടെ കൈകൾ സാരിക്കിടയിലൂടെ അണിവയറ്റിൽ അമർന്നു. അവളൊന്ന് പുളഞ്ഞു. പതിയെ അവൻ്റെ വിരലുകൾ എന്തിനെയോ പരതി നടന്നു. ലക്ഷ്മി കണ്ണുകൾ മുറുകെ അടച്ചു. തല ഒരു സൈഡിലേക്ക് ചരിച്ചു പിടിച്ചു. അഫിയുടെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു. കഴുത്തിലെ ചുവന്ന് കിടക്കുന്ന വിരൽപാടും നഖം കൊണ്ടതിൻ്റെ അടയാളവും. സീത, അവൻ്റെ ആ വിളി അവളെ ഒരു മായിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ശരീരത്തിൻ്റെ ഭാരം നഷ്ടമാകുന്നത് ലക്ഷ്മി അറിഞ്ഞു. അഫി എഴുന്നേറ്റത് അവൾ അറിഞ്ഞില്ല. നഗ്നമായ അണിവയറ്റിലേക്ക് നോക്കി അവൻ ഉമിനീർ വിഴുങ്ങിയിറക്കി. തല താഴ്ന്നു. ആദ്യമായി ചുണ്ടുകൾ അവിടെ പതിച്ചു. ഇടുപ്പിന് മേലെ ഒന്ന് പൊങ്ങിയതും അഫി അവളെ ബെഡിലേക്ക് തന്നെ അമർത്തി. സീത പ്ലീസ്. ലക്ഷ്മി ദയനീയമായി ആ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ നിറഞ്ഞു. ഞാനും നിന്നെ വേദനിപ്പിക്കുവാണോ? അവൾ തല വിലങ്ങനെ ചലിപ്പിച്ചു. ശാലൈ. വീണ്ടും അവളുടെ സമ്മതത്തിനായി അവനൊന്ന് കാത്തു. ലക്ഷ്മി അവൻ്റെ തലമുടിയിൽ മൃദുവായി തഴുകി. ആ ചുംബനത്തിൽ അവളുടെ വേദനകളെ അലിയിച്ചു കളയാൻ സാധിക്കും എന്നവൻ്റെ വിശ്വാസം. അത് ശരിയുമായിരുന്നു. അവൻ്റെ തലമുടിയിൽ വിരൽ കടത്തി വലിച്ചു പിടിച്ചു. അവൾ കുറുകുന്നുണ്ട്. അമർത്തി ചുംബിച്ചുകൊണ്ട് വയറ്റിൽ മുഖം ചേർത്ത് വെച്ച് കിടന്നു. ലക്ഷ്മി തല താഴ്ത്തി പുഞ്ചിരിച്ചു. എനിക്ക് ഇഷ്ടായി. ഇനിയും? വേണ്ട ഫീ. പില്ലോയിൽ തലവെച്ച് അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. സാറ് പോകുന്നില്ലേ? അവൻ്റെ ചുണ്ടുകൾ കൂർത്തു. സോറി, ഇടയ്ക്ക് അറിയാതെ വരുന്നതാ. പോകാം. എന്നാ പോയിക്കോ. മാഡം കാണാതെ വന്നതല്ലേ, അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അവൻ്റെ കണ്ണുകൾ ചുവന്നു.
അതിനെ കൊല്ലാനും മടിക്കില്ല അഫി. ആരവ് പറഞ്ഞതാണ് ചെവിക്കുള്ളിൽ മുഴങ്ങുന്നത്.